ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാൻ എന്തായാലും ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമ്മളിന്ന് കോളേജിൽ നിന്ന് സ്റ്റാഫ് ടൂർ പോകാണ് കേട്ടോ. അപ്പോൾ ഒരു 1 ഡേ ട്രിപ്പാണ്. നമ്മൾ എറണാകുളത്തേക്ക് പോകാമെന്നാണ് പ്ലാൻ ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മൾ 5:30-5:45 ആകുമ്പോഴത്തേക്കും കോളേജിലെത്തണം എന്ന് പറഞ്ഞതാണ്. പക്ഷേ ബസ് വന്നത് 6 മണിക്കാണ് കേട്ടോ. സോ ഞാനങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. പിന്നെ നമ്മൾ ഇടയ്ക്ക് ഇറങ്ങി ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. സോ നമ്മളങ്ങനെ വെള്ളയപ്പവും കുറുമക്കറിയും ഒക്കെ കൂട്ടി ചായ കുടിക്കുകയാണ്. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് ഹിൽ പാലസിലേക്കാണ് കേട്ടോ. നമ്മൾ തൃപ്പൂണിത്തറയുള്ള ഹിൽ പാലസിലേക്കാണ്. അവിടെ നമ്മൾ ഈ മണിച്ചിത്രത്താഴ് മൂവിയൊക്കെ ഷൂട്ട് ചെയ്ത പാട്ടൊക്കെ ഉള്ള ഒരു സീൻ ഷൂട്ട് ചെയ്ത ഒരു പ്ലേസാണ്. അപ്പോൾ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ള ഒരു സ്ഥലം നേരിട്ട് കാണാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. ഞാൻ എപ്പോഴും പോയിട്ടുണ്ട് കേട്ടോ ചെറുപ്പത്തിൽ. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മയൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. പക്ഷേ ഇപ്പോൾ കാണാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്തായാലും ഉണ്ട്. പിന്നെ അവിടെ പോയിട്ട് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തൊക്കെ നടക്കാമെന്നറിയില്ല. നമ്മളങ്ങനെ അവിടെ എത്തി. കുറേ സ്റ്റെപ്സ് നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നടന്ന് കയറി. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഹലോ ഹലോ അവിടെ ഒന്നും കൊടുക്കണമൊന്നുമില്ല, മെല്ലെ പോയാൽ മതി. ശ്ലോകം ചെല്ലുമ്പോ അങ്ങനെ നമ്മൾ കയറി ചെന്നപ്പോൾ തന്നെ നമ്മളോട് ചെരുപ്പൊക്കെ പുറത്ത് ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് കയറാനാണ് പറഞ്ഞത്. സോ നമ്മൾ ക്ലോക്ക് റൂമിൽ വെക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതിന് ശേഷം നമ്മൾ ഹിൽ പാലസിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയ്ക്കാണ് പോയത്. അവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല രസമായിരുന്നു. അപ്പോൾ അവിടുന്ന് കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തു, ഫോട്ടോസ് എടുത്തു. അപ്പോൾ ഭയങ്കര രസമായിരുന്നു അവിടെ നിന്ന് ബാക്കിയുള്ള വ്യൂസൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അങ്ങനെ ഉള്ളിലേക്ക് കയറി. നമ്മളെ മ്യൂസിയം ആയതുകൊണ്ട് തന്നെ രാജാക്കന്മാരൊക്കെ യൂസ് ചെയ്തിരുന്ന പണ്ട് കാലത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നടന്നിങ്ങനെ കണ്ടു കേട്ടോ. കുറേ ഉണ്ട് ഇവിടെ നടക്കാനും കാണാനുമായിട്ട്. നടന്ന് ഞങ്ങൾക്ക് വയ്യാതായി. പിന്നെ അതുപോലെ തന്നെ മണിച്ചിത്രത്താഴിൻ്റെ മൂവി സീൻസ് ഓർമ്മ വരുന്ന കുറച്ച് ഈ വ്യൂസൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റി. സോ അതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 റീൽസും ഫോട്ടോസും ഒക്കെ നമ്മളിവിടുന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. കാരണം അത്രയും നല്ല വ്യൂസായിരുന്നു. പിന്നെ പണ്ടത്തെ ആ ഒരു ഫേവറേറ്റ് മൂവിയുടെ ഒരു റിക്രിയേഷൻ പോലെയൊക്കെ നമുക്ക് തോന്നി. ഭയങ്കര നല്ല വ്യൂസൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ പാലസിൽ നിന്ന് ഇറങ്ങി നമ്മൾ ചെരുപ്പൊക്കെ തിരിച്ച് വാങ്ങിയതിന് ശേഷം നമ്മൾ കുളത്തിലോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വഴി എന്ന് പറഞ്ഞാൽ നടന്നാലും തീരാത്തൊരു വഴിയായിരുന്നു ഗൈസ്. അപ്പോൾ ആ വഴി പോകുമ്പോൾ തന്നെ അതിൻ്റെ സൈഡിലായിട്ട് വേറൊരു ഇല്ലൊക്കെ ഉണ്ട്. നമ്മൾ അങ്ങോട്ടൊന്നും കയറിയില്ല. കാരണം ഹിൽ പാലസിൻ്റെ ഉള്ളിൽ നടന്ന് തന്നെ നമ്മൾക്ക് വയ്യാണ്ടായി ഗൈസ്. പിന്നെ നമ്മൾ കുളത്തിൻ്റെ അങ്ങോട്ട് എത്തിയപ്പോഴാണ് കുളം ഗ്രില്ലൊക്കെ വെച്ച് അടച്ചിരിക്കുകയാണെന്ന് മനസ്സിലായത്. പിന്നെ ഒരു മിന്നായം പോലെ കുളമാണ് എന്നുള്ളത് കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് പോന്നു. അപ്പോൾ അവിടെ കുളത്തിൻ്റെ അടുത്ത് തന്നെ ഒരു അമ്പലം പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ പണ്ട് കാലത്ത് ഇങ്ങനെ കുളത്തിൽ നിന്ന് കുളിച്ച് അമ്പലത്തിൽ വന്ന് വിളക്ക് വെച്ച് അങ്ങനത്തെ ഒരു ആചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം അല്ലേ. അപ്പോൾ അതൊക്കെ ഒരു കൗതുകമായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ നടന്നു. അവിടെ മാനും മ്ലാവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. സോ അതിനൊക്കെ ഒന്ന് കണ്ടു. പിന്നെ ആറ്റങ്ങളൊക്കെ ഒന്ന് ഉണങ്ങിയ ഇലയൊക്കെ കൊടുത്ത് പറ്റിച്ചു കഴിച്ചു. അച്ഛനാണ് പിന്നടാ ഇങ്ങോട്ട് പോയെ തല്ലൂടി എന്താ സേവരണം കൊടുത്തിട്ട് അപ്പം നമ്മളങ്ങനെ ഹിൽ പാലസിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങി കേട്ടോ. നമ്മൾക്ക് വേണ്ടി എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കാരണം എല്ലാവരും കൂടി ഗെയിമൊക്കെ കളിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളെ സാറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡയറക്റ്റ് എറണാകുളത്തേക്ക് വന്നു. എന്നിട്ട് നമുക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങി തന്നു കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്ന് കുറച്ച് സ്നാക്സും ഐസ്ക്രീമൊക്കെ കഴിച്ചിങ്ങനെ ഇരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ബിരിയാണി തന്നെ നമ്മൾ കഴിച്ചു. അപ്പോൾ നല്ല ഭയങ്കര ചൂടൊക്കെ ആയിരുന്നു. പക്ഷെ എന്നാലും ബിരിയാണി അടിപൊളിയായിരുന്നു കേട്ടോ.
എന്നിട്ട് നമ്മൾ നേരെ പോയത് മട്ടാഞ്ചേരിക്കാണ്. അപ്പോൾ മട്ടാഞ്ചേരിയിൽ നമ്മളെ ഇറക്കി വിട്ടു. അപ്പോൾ അവിടെ കുറേ സ്ട്രീറ്റ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അങ്ങനെ ഷോപ്പിങ്ങിനായിട്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ കുറേ നേരം കാഴ്ചകളൊക്കെ കണ്ട് നടന്നു. കുറേ വെറൈറ്റി ഓഫ് കമ്മലുകളും മാലകളും വള അങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ ഉണ്ട്. പക്ഷേ ഞാനൊന്നും വാങ്ങിയൊന്നുമില്ല കേട്ടോ. എല്ലാ കാഴ്ചകളും വെറുതെ ഇങ്ങനെ കണ്ടു, വീഡിയോ ഒക്കെ പകർത്തി ഇങ്ങനെ നടന്നു എന്നല്ലാതെ ഞാൻ ഒന്നും വാങ്ങിയൊന്നുമില്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു ഓരോ സാധനങ്ങളും കാണാനായിട്ട്. സ്നേഹത്രയും ധൈര്യശാലിയാണ് ഗൈസ്. അങ്ങനെ നടന്നപ്പോൾ നമ്മൾ കണ്ട ഒരു ആർട്ട് ഗാലറിയാണ് കേട്ടോ. സോ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കി. പല വെറൈറ്റി ഓഫ് സാധനങ്ങൾ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് കൊച്ചി വാട്ടർ മെട്രോയിലേക്കാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് വാട്ടർ മെട്രോയിൽ കയറാൻ പോകുന്നത്. നമ്മൾ ഈ സാഗർ റാണി ബോട്ടിങ് അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് എന്നല്ലാതെ ഈ വാട്ടർ മെട്രോയിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ ഈ പുറത്തുനിന്നുള്ളൊരു കാറ്റടിക്കില്ല എന്ന് മാത്രം. അപ്പോൾ കാഴ്ചകളൊക്കെ അങ്ങനെ സുഖമായിട്ട് ഇരുന്ന് കണ്ട് ഇങ്ങനെ പോവാം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ ബ്ലോക്കായോ? നമ്മൾ കയറി ചെന്നപ്പോഴത്തേക്കും മെട്രോ ഫുള്ളായിരുന്നു ഗൈസ്. കാരണം നമ്മൾ ഏറ്റവും ലാസ്റ്റായിരുന്നു വരിയിൽ. അപ്പോൾ അങ്ങനെ കയറി ചെന്ന് നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിട്ടിരുന്നു. ഇരിക്കുകയല്ല, നിന്നു. ലാസ്റ്റ് എത്തണ വരെ നമ്മൾ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടു കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു, വീഡിയോസ് എടുത്തു. അപ്പോൾ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫോട്ടോ എടുക്കും. എന്നിട്ട് എനിക്ക് കിട്ടിയത് ഫോട്ടോ നന്നായിരുന്നു. എന്നാൽ അവിടെ ഇല്ല അതിൻ്റെ കുളിപ്പിച്ച് പുറത്തിരിക്കണം. കടകളൊക്കെ കാണാനുണ്ട് ഗൈസ്. പക്ഷെ ഞങ്ങളൊന്നും വാങ്ങുന്നില്ല. കൊണ്ടുണ്ടെങ്കിൽ ബാങ്ക് ബാലൻസ് കുറവാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് ചെറായി ബീച്ചിലോട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ ലാസ്റ്റത്തെ സ്പോട്ടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡിന്നർ കഴിച്ച് നേരെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ.
അവിടെ എനിക്കുണ്ടാവും ഗുരുവായൂര് ഞാനേ എവിടെ ഇറങ്ങണ്ട് പിള്ളേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് എവിടെ ഇറങ്ങിയാൽ കുഴപ്പമില്ല മമ്മിയൂര് ഇറങ്ങിയ പിന്നെ എൻ്റെ വീട് ഗുരുവായൂർ കോട്ടയസ് അതോട് വെയിറ്റ് ചെയ്യാം കഴിക്കണായിട്ട് സന്തോഷേട്ടൻ്റെ പോയിട്ട് കടക്കാം ആ വണ്ടി എന്തായാലും ഡ്രസ്സൊക്കെ മാറിയോ നല്ല ഇഷ്ടമില്ല എക്സ്പീരിയൻസ് ഇതന്നല്ലേ ഇതന്നല്ലേ സ്ഥലം ഇത് തന്നെയല്ലേ വിശേഷ സ്ഥലം കൊലത്തിൽ നല്ല നോക്കിപ്പോയത് സിനിമയെ റെസ്റ്റ് മേടിക്കാം ലൈറ്റ് പറഞ്ഞു ഇതുകൊണ്ടവാ നീ വീഡിയോ ആണ് എടുക്കുന്നത് അതെ ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ അവിടുത്തെ മിറർ കണ്ടപ്പോൾ എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ തോന്നി. കാരണം നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു മിററൊക്കെ ആയിരുന്നു. ലിഫ്റ്റിലടക്കം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു. ആദ്യം നമുക്ക് വെൽക്കം ഡ്രിങ്കൊക്കെ കിട്ടി. പിന്നെ ഞാൻ പൊറോട്ടയും അൽഫാമും ആണ് കഴിച്ചത്. അപ്പോൾ ഫുഡ് നമുക്ക് കിട്ടിയ ഫുഡ് അടിപൊളിയായിരുന്നു. പക്ഷേ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും കുറച്ച് ഷോർട്ടേജൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും അവരുടെ സർവീസൊക്കെ അടിപൊളിയായിരുന്നു. അത് പൊട്ടിക്കാൻ വേണ്ടി തരാണ്ടിട്ട് ചൂടുണ്ട്. ഫുഡ് കഴിച്ച് ഇറങ്ങാൻ നിൽക്കുമ്പോൾ നമ്മളുടെ അവിടുത്തെ ഒരു സ്റ്റാഫ് വന്ന് നമ്മളെ വിളിച്ചുകൊണ്ട് പോയി ഒരു ആർട്ടൊക്കെ കാണിച്ചു തന്നു. അപ്പോൾ അതിൽ എന്ന് പറഞ്ഞാൽ ഒരു 23 പിക്ചേഴ്സ് ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അവിടെ അവരുടെ
അവിടെ താഴെ ഇരിക്കുന്ന ഒരു വണ്ടിയുണ്ട്. ആ വണ്ടി നമുക്ക് ഫ്രീ ആയിട്ട് തരുമെന്നാണ് പറഞ്ഞത്. ഇത്രയും കൊല്ലമായിട്ട് അയാൾക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്കും സ്വാഭാവികമായിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മളൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇറങ്ങി വന്നു. ഇനി കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഇറങ്ങി ഗൈസ്. പിന്നെ വണ്ടിയിൽ കുറച്ച് ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ സ്റ്റാഫ് ടൂറും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. മൊത്തത്തിലുള്ളൊരു എക്സ്പീരിയൻസ് എല്ലാവരും കൂടി നല്ല രസമായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.